സർ, ഇന്ത്യയിൽ വലിയൊരു നികുതി വിപ്ലവത്തിന് തുടക്കം കുറിച്ചിരിക്കുകയാണ് നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി. സമ്പാദ്യ ഉത്സവ് എന്നാണ് അദ്ദേഹം വിശേഷിപ്പിച്ചത് അതിനെ. പക്ഷെ സത്യത്തിൽ എനിക്ക് തോന്നുന്നത് കോളടിച്ചത് മലയാളിക്കാണെന്നാണ്. എന്തുകൊണ്ടാണ് സാർ? ഒരു ഉപഭോക്തൃ സംസ്ഥാനമായതുകൊണ്ടാണോ ഈ നികുതിയിൽ വരുന്ന കുറവ് മലയാളിക്ക് വലിയ രീതിയിൽ മെച്ചമായി മാറുന്നത്? എന്താണ് അങ്ങയുടെ അഭിപ്രായം? ഇവിടുത്തെ നമ്മുടെ ധനകാര്യമന്ത്രി പറയുന്നത് നമുക്ക് നേട്ടമൊന്നുമില്ല, ഇത് വെറും തട്ടിപ്പാണെന്നുള്ള രീതിയിലാണ് സംസാരിക്കുന്നത്. പക്ഷെ ഇതിനകത്തൂടെ നികുതിയുടെ സ്ലാബൊക്കെ നോക്കുമ്പോൾ അങ്ങനെയല്ല തോന്നുന്നത്. അല്ല, ഇത് വളരെ കൃത്യമായിട്ട് കാര്യങ്ങളെല്ലാം പറയുന്നുണ്ട്. വില കുറയുന്നവ, വില നിൽക്കുന്നവ, മാറ്റമില്ലാത്തതും കൂടുന്നവയുമായിട്ടുള്ള കാര്യങ്ങൾ. ഈ GST വരുമ്പോഴും ഇതുപോലെ വലിയ രാജ്യത്തൊരു സാമ്പത്തിക തകർച്ച ഉണ്ടാവും. അല്ല, അത് കൊണ്ടുവരുന്ന സമയത്തും BJP സർക്കാർ അതൊരു വലിയ സാമ്പത്തിക ഉത്സവമായിട്ട് തന്നെയാണ് കൊണ്ടുവന്നത്. നമുക്കറിയാമല്ലോ, പാർലമെന്റിലെ രാത്രിയിലല്ലേ ഇത് ചർച്ചയ്ക്ക് എടുക്കുകയും വളരെ വൈകി ചർച്ച നടന്നു. ചർച്ച പകല് തന്നെ ആരംഭിച്ച് വളരെ വൈകി തുടർന്നു. അത് ദിവസങ്ങളോളം ചർച്ച നീണ്ടു. അപ്പൊ ഇത് വലിയൊരു വിപ്ലവം എന്ന് പറയാം. സമ്പാദ്യ ഉത്സവ് എന്ന് പറയുന്ന പോലെ സാമ്പത്തിക രംഗത്ത് വലിയൊരു വിപ്ലവമാണ് കുറിക്കുന്നത്. പ്രധാനമന്ത്രി പറയുന്നത് 2.5 ലക്ഷം കോടിയുടെ ലാഭം ജനങ്ങൾക്കുണ്ടാകും എന്നാണ്. സർക്കാരിന് 45,000 കോടി നഷ്ടപ്പെടും. പക്ഷേ ഈ നികുതി കുറയുന്നതോടുകൂടി ആൾക്കാരുടെ കൺസംഷൻ കൂടും, ഈ ഉപഭോഗം ചെയ്യുന്ന ആൾക്കാരുടെ എണ്ണവും കൂടും. ഇപ്പോൾ ഉദാഹരണത്തിന് ഒരു മിഡിൽ ക്ലാസ് ഫാമിലി കാറ് വാങ്ങാൻ വലിയ ഇതൊന്നും ഇല്ലാത്തവര് 2 വീലറിൽ ആശ്രയിച്ചു പോകും. അപ്പോൾ ഭാര്യയും ഭർത്താവും ഓരോ 2 വീലർ ഉണ്ട്. അപ്പൊ അത്യാവശ്യം അവരെ കാര്യങ്ങളൊക്കെ നടക്കും. പക്ഷെ ഇന്നിപ്പോ വില കുറയുകയാണ്, കണ്ടമാനം കുറയുകയാണെങ്കിൽ തീർച്ചയായിട്ടും ആ ചെറിയ കുടുംബം ഒരു കാറ് ലോൺ എടുത്തൊരു കാറ് വാങ്ങുന്നതിനെ കുറിച്ച് ആലോചിക്കും, അല്ലെ? ആ തരത്തിലേക്കുള്ള ചില മാറ്റങ്ങളാണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നത്. ഏതാണ്ട് കാറുകൾക്കൊക്കെ 1 ലക്ഷം രൂപ വരെ കുറയുമെന്നുള്ള ചില പരസ്യങ്ങളൊക്കെ നമ്മൾ കാണുന്നുണ്ട്. അതുപോലെ എല്ലാ സാധനങ്ങൾക്കും, നമ്മുടെ നിത്യോപയോഗ സാധനങ്ങൾക്കെല്ലാം വില കുറയുകയാണ്. കേരളത്തെ സംബന്ധിച്ച് പരിപൂർണമായിട്ടും ഒരു ഉപഭോക്തൃ സംസ്ഥാനമാണ്. നമ്മളിവിടെ ഈ ഉപ്പ് തൊട്ട് കർപ്പൂരം വരെ എല്ലാം വാങ്ങുകയാണ് വെളിയിൽ നിന്ന്. മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് വന്ന് ഇവിടെ കച്ചവടം ചെയ്യുകയാണ്. നമുക്കിവിടെ സ്വന്തമായിട്ട് നമ്മൾ അങ്ങനെ ഒന്നും ഉൽപ്പാദിപ്പിക്കുന്നില്ല. പച്ചക്കറി ഉൾപ്പെടെ നമ്മൾ ആശ്രയിക്കുന്നത് തമിഴ്നാടിനെയും കർണാടകയെയാണ്, അല്ലെ? അപ്പോൾ ഈ വിലക്കുറവ് ശരിക്കും കരിഞ്ചന്തയും പൂഴ്ത്തിവെപ്പും തടയേണ്ടത് സംസ്ഥാന സർക്കാരാണ്. അങ്ങനെ തടഞ്ഞ് കച്ചവടക്കാരെ കൊണ്ട് കൃത്യമായിട്ട് ഇത് ചെയ്യിച്ചാൽ തീർച്ചയായിട്ടും വിലക്കുറവ് നമുക്ക് അനുഭവപ്പെടും. അങ്ങനെയാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇതിനോടൊപ്പം പ്രധാനമന്ത്രി പറയുന്ന വേറൊരു കാര്യം കൂടിയുണ്ട്. അതായിരിക്കും ഇതിനേക്കാൾ വലിയൊരു വിപ്ലവം ഉണ്ടാകാൻ പോകുന്നത്. രാജ്യത്തിന്റെ അഭിവൃദ്ധിക്ക് വേണ്ടത് സ്വദേശി ശക്തിയാണ് എന്ന് പറയുന്നത്. സ്വദേശി ഉൽപ്പന്നങ്ങൾ, അതിനാണ് നമ്മുടെ ഈ വലിയ സ്വാതന്ത്ര്യ സമരപ്രസ്ഥാനത്തിന് ഊർജം നൽകിയതുപോലെ രാജ്യത്തിന്റെ സമ്പദ് വ്യവസ്ഥയ്ക്ക് ശക്തി പകരുന്ന ഒന്നായിട്ട് ഈ സ്വദേശി ഉൽപ്പന്നങ്ങൾ മാറണം എന്നാണ്. നമുക്കറിയാം, ട്രംപ് ഇത്തരത്തിലൊരു തീരുമാനത്തിലേക്കൊക്കെ പോയി കഴിഞ്ഞപ്പോൾ നമുക്കിതങ്ങ് മാറ്റം വരുത്തി. അത് കഴിഞ്ഞ ദിവസം മാത്രമല്ല, അദ്ദേഹം ഇതിനു മുമ്പ് കഴിഞ്ഞ ആഴ്ചകളായിട്ട് അദ്ദേഹം ആഹ്വാനം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സ്വദേശി ഉൽപ്പന്നങ്ങൾ വാങ്ങൂ, സ്വദേശി ഉൽപ്പന്നങ്ങൾ വാങ്ങൂ എന്ന് നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അല്ലെ, അത് എന്താണെന്നറിയാമോ? സ്വദേശി ഉൽപ്പന്നം 2014 പ്രധാനമന്ത്രി പദത്തിൽ എത്തിയപ്പോൾ തന്നെ പറഞ്ഞു തുടങ്ങിയ ഒരു കാര്യമാണ് സ്വദേശി ഉൽപ്പന്നങ്ങൾ. ഇപ്പൊ കേരളത്തിന്റെ തന്നെ ഉൽപ്പന്നങ്ങൾ, കേരളത്തിലെ അതിലും പ്രാദേശിക ഭേദം വരും. പിന്നെ കേരളത്തിന്റെ തെക്കേറ്റത്തെ ഉള്ള ഖാദി ഉൽപ്പന്നങ്ങൾ, ഹാൻഡ്ലൂം, നമ്മുടെ പിന്നെ കേരളത്തിന്റെ വടക്കേ അറ്റത്തുള്ള ഉൽപ്പന്നങ്ങൾ, അല്ലെങ്കിൽ സെൻട്രൽ ട്രാവൻകൂറിലുള്ള ചില പ്രാദേശിക ഉൽപ്പന്നങ്ങളുണ്ട്. അപ്പൊ ഇതൊക്കെ പിന്നെ പലയിടങ്ങളിലേക്ക്, രാജ്യത്തിന്റെ പലയിടങ്ങളിലേക്ക് പോകണമെന്നുള്ളതാണ്. ഇപ്പൊ നമ്മള് ഖാദിയുടെയും കൈത്തറി മറ്റു കാര്യങ്ങളൊക്കെ പറയുന്നു. ഇപ്പോൾ കൈത്തറി തന്നെ നമ്മുടെ തിരുവനന്തപുരത്ത് ബാലരാമപുരത്ത് തന്നെ, ബാലരാമപുരം കൈത്തറി എന്ന് പറഞ്ഞാൽ പ്രസിദ്ധമാണ്. അപ്പൊ ഇതിനെ നന്നായിട്ട് ബ്രാൻഡ് ചെയ്ത് കൊണ്ടുവരിക എന്നുള്ളതാണ്. അപ്പോൾ രാജ്യത്തിനകത്ത് നമ്മുടെ ഈ പണം മുഴുവൻ നിൽക്കുകയും അത് രാജ്യത്തിന്റെ വികസനത്തിലേക്കുള്ള ഒരു കുതിപ്പ് കൂടിയായി മാറുകയും ചെയ്യുമെന്നുള്ളതാണ്. പിന്നെ പ്രധാനമന്ത്രി പറഞ്ഞ ഒരു കാര്യം,
ഈ ലോക വിപണിയുടെ ഒരു ഇടമായി മാറും. ഇവിടെ ഇന്ത്യ മഹാരാജ്യം വലിയൊരു മാർക്കറ്റായിട്ട് മാറ്റിയെടുക്കാൻ കഴിയും എന്നാണ് സാർ. അതിന്റെ കൂട്ടത്തിൽ നമ്മൾ കൂട്ടിച്ചേർത്ത് വായിക്കേണ്ട മറ്റൊരു സംഗതിയുണ്ട്. ഇടക്കാലത്ത് നമ്മളിപ്പോ ഇവിടെ നമ്മുടെ ഈ ഗൂഗിൾ പേ പോലെയുള്ള UPI പേയ്മെന്റുകൾ നമുക്ക് ചെയ്യാൻ മൊബൈലിൽ നിന്ന് തന്നെ ചെയ്യാൻ പറ്റുന്ന ഇന്റർനെറ്റ് ബാങ്കിങ്ങിന്റെ ഭാഗമായിട്ടുള്ള പേയ്മെന്റുകൾ അത് വന്നപ്പോ വലിയ എതിർപ്പായിരുന്നു ഇവിടെ. അതിനും ആക്ഷേപിച്ചു. ചിദംബരവും തോമസ് ഐസക്കും ഒക്കെ പറഞ്ഞു മറ്റേ മാർക്കറ്റിൽ ചെന്ന് പിന്നെ 5 രൂപയുടെ ഇത് വാങ്ങിയിട്ട് കാർഡ് സ്വീപ്പ് ചെയ്യാൻ കൊടുക്കൂ. ഈ പിന്നെ അറിവില്ലാത്ത, സാക്ഷരതയില്ലാത്ത, പഠിപ്പും വിവരവും ഇല്ലാത്ത ഈ വഴിയോര വാണിഭക്കാർ അവർ സ്വീപ്പിംഗ് മെഷീനുമായിട്ടാണോ ഇരിക്കുന്നതെന്നൊക്കെ ചോദിച്ചാണ് ആക്ഷേപിച്ചത്. പക്ഷേ ഇന്നിപ്പോ നമുക്കറിയാം നമ്മുടെ 85% പേയ്മെന്റ്, ഈ പ്രത്യേകിച്ച് ഇത്തരം സാധനങ്ങൾ വാങ്ങി ഇത് ചെയ്യുന്ന കച്ചവടം പരിപൂർണമായിട്ടും ഇന്ന് ഡിജിറ്റലായി മാറിയിരിക്കുന്നു. ഇത് പുതിയ കണക്കുകളാണ്, ഞാൻ പറയുന്നതല്ല, സർക്കാർ പുറത്തുവിട്ട കണക്കുകളാണ്. ഇപ്പോൾ അങ്ങനെ വന്നപ്പോൾ അടുത്ത കാലത്ത് കർണാടകയിൽ ബാംഗ്ലൂരിൽ നിന്ന് ഒരു പ്രത്യേക സ്ഥലത്തുനിന്ന് ഒരു പുതിയൊരു ആഹ്വാനം വന്നു. അതായത് ഇവിടെ ഡിജിറ്റൽ പേയ്മെന്റ് സ്വീകരിക്കുന്നതല്ല, പണം ക്യാഷ് നമ്മൾ റുപ്പീസ് കൊടുത്ത് തന്നെ സാധനങ്ങൾ വാങ്ങണം എന്ന് പറഞ്ഞു. അതൊരു പ്രത്യേക മതവിഭാഗം തിങ്ങിപ്പാർക്കുന്ന സ്ഥലത്തുനിന്നാണ് ഇത് വന്നതെന്നുള്ളത് കൂടി ശ്രദ്ധേയമാണ്. ഇന്ന് മാത്രമല്ല അവര് വലിയ രീതിയിൽ നിഷ്കർഷിച്ചു, ഞങ്ങൾ ഒരു കാരണവശാലും ഡിജിറ്റൽ പേയ്മെന്റ് എടുക്കൂല. ഇത് അന്വേഷിച്ച് പോയപ്പോഴാണ് മനസ്സിലാകുന്നത് ഈ ഡിജിറ്റൽ പേയ്മെന്റ് വന്നപ്പോൾ ഇത് അക്കൗണ്ടബിൾ ആയി. കാരണം ബാങ്കിൽ എത്ര ട്രാൻസാക്ഷൻ നടക്കുന്നു എന്ന് കൃത്യമായിട്ട് ബാങ്ക് സ്റ്റേറ്റ്മെന്റ് എടുത്താൽ മനസ്സിലാവും. അങ്ങനെ നോക്കുമ്പോൾ 1 കോടിയുടെ വരെ ട്രാൻസാക്ഷൻ നടത്തിയ ചെറുകിട കച്ചവടക്കാരുണ്ട്, 1 കോടി രൂപ വരെ ത്രൂ ബാങ്ക്. അപ്പൊ ഇത് അക്കൗണ്ടബിൾ ആയി. ഈ 1 കോടി രൂപയുടെ സാധനങ്ങൾ വിറ്റപ്പോൾ തീർച്ചയായിട്ടും അവിടെ നികുതി വെട്ടിപ്പ് നടക്കൂല, GST കർശനമായിട്ട് കൊടുക്കേണ്ടി വരും. കാരണം ബാങ്കിന്റെ സ്റ്റേറ്റ്മെന്റ് ഉണ്ട്. ഇത് വലിയ തിരിച്ചടി. ഇങ്ങനെ ഈ തരത്തിൽ നികുതി കൊടുക്കാതിരിക്കുന്ന ഈ നികുതി വെട്ടിപ്പ് നടത്തുന്ന ഒരു നല്ലൊരു വിഭാഗം ആൾക്കാർ നമ്മുടെ നാട്ടിലുണ്ട്. എല്ലാ കച്ചവടക്കാരും അങ്ങനെയല്ല. വാസ്തവത്തിൽ GST വന്നതോടുകൂടി നമ്മുടെ നികുതി പിരിവ് ഊർജിതമായി വളരെ കൃത്യമായിട്ട് നികുതി കിട്ടാൻ തുടങ്ങി. കണക്കുകൾ സുതാര്യമായി വ്യക്തമായി ഒരുപാട് നേട്ടങ്ങൾ അതിലൂടെ ഉണ്ടായി. ഞാൻ അതിലേക്ക് പോകുന്നില്ല. എത്ര ലക്ഷം കോടി രൂപയാണ് ടേൺ ഓവർ വന്നതെന്നൊക്കെ ഉള്ളതുണ്ട്. അത് വളരെ വിശദമായിട്ട് സംസാരിക്കേണ്ട കാര്യങ്ങളുണ്ട്. ഞാനൊരു സാമ്പത്തിക വിദഗ്ധനല്ല, അതുകൊണ്ട് തന്നെ ഞാൻ അതിലേക്ക് പോകുന്നില്ല. പക്ഷേ ഈ തരത്തിൽ നികുതി വെട്ടിക്കാനിരുന്നവർക്ക് മൂക്കുകയറിട്ടു നരേന്ദ്രമോദി എന്നുള്ളതാണ്. വളരെ കൃത്യമായിട്ട് അവർക്ക് ഇത് ചെയ്യേണ്ടി വന്നു, നികുതി അടയ്ക്കേണ്ടി വന്നു. അങ്ങനെ നികുതി വെട്ടിപ്പ് ഞങ്ങൾക്ക് ഒരു പുണ്യപ്രവൃത്തിയാണ് എന്ന് കരുതുന്ന ഒരു വിഭാഗം ആൾക്കാർ നമ്മുടെ രാജ്യത്തുണ്ട്. നികുതി കൊടുക്കാതെ ഈ എന്താ പറയുക, ഇതിനെല്ലാം നമ്മുടെ ഔദ്യോഗിക സംവിധാനത്തെയും വെല്ലുവിളിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന കുറെ ആൾക്കാരുണ്ട്. അവർക്ക് പലതരത്തിലുള്ള പരിരക്ഷയും കിട്ടുന്നുണ്ട്. അവരെ സംരക്ഷിക്കാനും ചില രാഷ്ട്രീയ കോമരങ്ങൾ ഇറങ്ങിയിട്ടുണ്ട്. പക്ഷെ ഇതിനെല്ലാം പൊളിച്ചടുക്കിക്കൊണ്ടാണ് നമ്മുടെ ഈ നികുതി വിപ്ലവം ഇന്ത്യയിൽ ഇപ്പം അരങ്ങേറുന്നത്. അതൊരു സമ്പാദ്യ ഉത്സവം. ഈ ജനങ്ങൾ കൂടുതലായിട്ട് അത് പണം, ഈ പറയുന്ന 2.5 ലക്ഷം കോടി രൂപ ജനങ്ങൾക്ക് ലാഭം കിട്ടുമ്പോൾ അത് എവിടെയെങ്കിലുമൊക്കെ അവർ മാറ്റി ചെലവഴിക്കുമല്ലോ. സാധനങ്ങൾ വാങ്ങുന്നതിൻ്റെ ഇത് കൂട്ടുന്നത് മാത്രമല്ല, അതൊരു ഇൻവെസ്റ്റ്മെന്റിലേക്ക്, പണം വെറുതെ എവിടെയെങ്കിലും വെച്ചിരുന്ന അത് വളരില്ലല്ലോ. പക്ഷെ അതിനെ എവിടെയെങ്കിലും ഒക്കെ നിക്ഷേപിക്കാൻ തയ്യാറാവും. അത് രാജ്യത്തിന്റെ സമ്പദ് വ്യവസ്ഥയെ മാറ്റിമറിക്കും, വലിയ വികസന കുതിപ്പേകും എന്നാണ് സാമ്പത്തിക വിദഗ്ധർ പറയുന്നത്. ഇതിനകത്ത് ഈ ചെറുകിട വ്യവസായങ്ങളൊക്കെ നല്ല രീതിയിൽ വളരുമെന്നുള്ളത്, ചെറിയ ഈ സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രി, കുടിൽ വ്യവസായങ്ങളൊക്കെ, സ്മോൾ മീഡിയം സ്കെയിൽ, അതൊക്കെ അങ്ങ് മാറും. പിന്നെ എടുത്തു പറയുന്ന മറ്റൊരു കാര്യം, കേന്ദ്രവും സംസ്ഥാനവും ഒറ്റക്കെട്ടായി നിന്ന് കഴിഞ്ഞാൽ എത്രയും പെട്ടെന്ന് സ്വയം പര്യാപ്തത കൈവരിക്കാം. കേരളം പലപ്പോഴും ഇടഞ്ഞു നിൽക്കുന്നുണ്ട്. അതുപോലെ തന്നെ GST പരിഷ്കരണത്തിലൂടെ തന്നെ ഇഷ്ടപ്പെട്ട സാധനങ്ങള് താങ്ങാവുന്ന നിരക്കിൽ സാധാരണക്കാരന് കിട്ടും, വാങ്ങാൻ കഴിയും എന്നുള്ളതാണ്. അവൻ അപ്രാപ്യമായിട്ട് ഒന്നും നിൽക്കുന്നില്ല എന്നുള്ളത്. സാറേ, ഈ സ്ലാബ് ഇപ്പൊ കുറച്ചിരിക്കുന്നത് 12% എന്നുള്ള അതിലെ 99% ഉൽപ്പന്നങ്ങളും 5% മാറുക. അത് ഈ സാധാരണക്കാരന് വലിയ നേട്ടമാണ്. ഈ 28% നികുതി വരുന്ന സാധനങ്ങളാണ് 18 മാറുന്നത്. അത് 90% കാര്യങ്ങളും വരുന്നുണ്ട്. അതേസമയം ലോട്ടറി പോലെയുള്ളതിന്, ഈ ഗാംബ്ലിംഗ് സാധനങ്ങൾക്ക് നികുതി കൂട്ടിയിട്ടുമുണ്ട്.
അത് നമ്മളെ സംബന്ധിച്ച് അധ്വാനിച്ച് ജീവിക്കണം, അല്ലാതെ ഗാംബ്ലിങ് നടത്തിയല്ല ജീവിക്കേണ്ടത്. അതുപോട്ടെ, അത് മറ്റൊരു വിഷയമാണ്, ഞാൻ അതിലേക്ക് പോകുന്നില്ല. എന്തായാലും ഈ TV, റെഫ്രിജറേറ്റർ തുടങ്ങി വാഹനങ്ങളടക്കം വലിയ രീതിയിൽ, അതുപോലെ ഇൻഷുറൻസ്, മെഡിക്കൽ ഇൻഷുറൻസ്, ഇതിനൊക്കെ വലിയ രീതിയിൽ നികുതി കുറയുന്നു. ഈ 28% ഉണ്ടായിരുന്നത് 18%, 5%, ഒക്കെ കുറയുന്ന ഒരുപാട് ഉൽപ്പന്നങ്ങൾ ഉണ്ട്. ഇത് വലിയ രീതിയിൽ നമ്മുടെ പ്രത്യേകിച്ച് മലയാളിയെ സംബന്ധിച്ച്, ഞാൻ അതാണ് ആദ്യമേ ചോദിച്ചത്, സത്യത്തിൽ കോളടിച്ചത് മലയാളിക്കല്ലേ? ഈ നമ്മുടെ ധനമന്ത്രിയൊക്കെ ഇത് പറയുമ്പോഴും മലയാളിയെ സംബന്ധിച്ച് 100% ഒരു ഉപഭോക്തൃ സംസ്ഥാനമാണ്. അങ്ങ് പറഞ്ഞ ചില ഉൽപ്പന്നങ്ങൾ നമ്മുടെ കേരളത്തിന്റെ തനതായ ഉൽപ്പന്നങ്ങളുണ്ട്, അത് ഞാൻ നിഷേധിക്കുന്നില്ല. പക്ഷെ എങ്കിലും നമ്മൾ ഈ നിത്യോപയോഗ സാധനങ്ങളെല്ലാം നമ്മൾ പുറം സംസ്ഥാനങ്ങളെയോ അല്ലെങ്കിൽ വിദേശത്തെയോ ആണ് ആശ്രയിക്കുന്നത്. അവിടെ ഈ വലിയ രീതിയിൽ ഈ നികുതി കുറവ് അനുഭവപ്പെടുന്നത് മലയാളിക്കൊരു വലിയ അനുഗ്രഹം തന്നെയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. മറ്റു കൂടുതൽ ഇതിൻ്റെ വിശദാംശങ്ങൾ പുറത്ത്, ഇതിപ്പോൾ പ്രധാനമന്ത്രിയുടെ ഇന്നലത്തെ പ്രസംഗം വലിയ ആഴത്തിൽ ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അതിനെ എവിടെയെല്ലാം അതിനെ കയറി പിടിക്കാമോ, അതിനെ പിടിച്ചു കെട്ടാനുള്ള പരിശ്രമം രാജ്യത്തെ ഏതൊരു രാഷ്ട്രീയ പാർട്ടികൾ അടക്കമുള്ളവർ നടത്തുന്നുണ്ട്. അവരെ പിന്തുണയ്ക്കുന്ന സാമ്പത്തിക വിദഗ്ധരും ഒക്കെ രംഗത്ത് വരുന്നുണ്ട്. പക്ഷെ ആർക്കും അങ്ങോട്ട് ഇതിനെ അങ്ങ് പരിപൂർണമായിട്ടും ആക്ഷേപിച്ച് നിഷേധിക്കാനാകുന്നില്ല. വലിയ തരത്തിൽ ഇത് ഗബ്ബർ സിംഗ് ടാക്സ് എന്നൊക്കെയാണ് രാഹുൽ ഗാന്ധി പറഞ്ഞത്. മൻമോഹൻ സിംഗ് ഒരു കാലത്ത് കൊണ്ടുവരാനിരുന്നതാണ്. അദ്ദേഹത്തിന് ഭൂരിപക്ഷം ഇല്ലാത്തത് കൊണ്ടും അദ്ദേഹത്തിന് പിന്തുണയ്ക്കുന്ന ആൾക്കാരുടെ എതിർപ്പ് കൊണ്ടുമാണ് അദ്ദേഹത്തിന് അത് ചെയ്യാൻ പറ്റാതെ പോയത്. അതിപ്പോ നരേന്ദ്രമോദി ചെയ്തിരിക്കുന്നു എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ ഒരു വിജയം. അപ്പൊ ഗബ്ബർ സിംഗ് ടാക്സ് എന്നൊക്കെ പറഞ്ഞ കോൺഗ്രസ് ഇതിനെ ആക്ഷേപിക്കുന്നുണ്ടെങ്കിലും ഈ GST 2 ഇന്ത്യയിൽ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു വലിയ സാമ്പത്തിക വിപ്ലവം തന്നെയാണെന്ന് പറയാം.